അപ്പോൾ നമ്മളിന്ന് ഏറ്റവും അധികം തന്നെ പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ്. ഇത് ഞാൻ ടാൻ അടിക്കാണ്ടിരിക്കാൻ കഴിഞ്ഞ ശേഷം കാണിച്ച ശേഷം കാണില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ കഴിഞ്ഞ് ഞാൻ എക്സ്ട്രാ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ടാൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മളിന്ന് പോണത് കോറൽ ഐലൻഡിലേക്കാണ്. അപ്പോൾ അതിനാദ്യം പട്ടായ ബീച്ചിലെത്തി. നമ്മളിന്ന് കോറൽ ഐലൻഡിലേക്കാണ്. കോറൽ ഐലൻഡിലേക്കാണ് നമ്മളിനി പോകുന്നത്. അല്ലേ കോറൽ ഐലൻഡിലേക്കല്ലേ പോണത്? കോറൽ ഐലൻഡിലേക്കാണ് പോകുന്നത്. കണ്ണ് കാണാല്ലേ ഫോൺ തിരക്കരുത്, ബീച്ചാണ്. അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ തന്നെ അവർ ഞങ്ങളുടെ കയ്യിൽ എന്തോ ഒരു അച്ചൊക്കെ അടിച്ചു കിട്ടും. എന്റെ ബോർഡ് നമ്പറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക. അപ്പോൾ അതാ കോറൽ ഐലൻഡിൽ പോകുന്നത് എന്തൊക്കെ ഒരു 3 ലൈനായിട്ട് എന്തൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നും മനസ്സിലാവില്ല. പോവാണാവോ നാലച്ചൊക്കെ ടെൻഷനായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. എന്തായാലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഈ അച്ചടിച്ച് വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇവിടെ ചുട്ട് പൊള്ളുന്ന വെയിലാണ് ഗൈസ്, പറ്റണില്ല. ഞാൻ ഈ ഡേസ് ഫ്ലവറൊക്കെ ഇട്ടത് എന്തുകൊണ്ടും നന്നായി. ഞങ്ങളിപ്പോൾ കോട പിടിച്ചിട്ടാണ് നടക്കണത്. ഇത്രയും ഇതാണ് കൂളിംഗ് ഗ്ലാസ് വെക്കുകയാണെങ്കിൽ നടക്കാനേ പറ്റില്ല, ഇത്രയും ചൂട്. സോ നമ്മൾ ഇന്നലെ 3 കണ്ട സാധനമാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടുകളിലാണ് കോറൽ ഐലൻഡിലേക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മളോട് ക്യൂ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഓരോ ഫാമിലിയായിട്ട് ഒരു ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ കേൾക്കുന്നതാണ് പറഞ്ഞത്. ഇൻഷുറൻസ് വയ്ക്കാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അതിനോട് പേരെന്താണ് ആദ്യമേ ബീച്ചിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എൻ്റെ ഇടയിൽ കൂടെ മാറ്റിയിട്ടോ. കാരണം വെള്ളമായിട്ട് കേടാവണ്ടല്ലോ എന്ന് വിചാരിച്ച ഡ്രസ്സൊക്കെ മാറ്റി. അപ്പൊ അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിലേക്ക് പോകാനുള്ള എൻ്റെ അടുത്തേക്ക് എത്താറായി. നമ്മൾ അതിന് വേണ്ടി പിന്നെയും ക്യൂവിലെടുത്ത് നിന്നിട്ട് ഓരോരോ ഗ്രൂപ്പായിട്ട് വേണ്ടി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതാണ് നമ്മുടെ ടീം ഗ്രൂപ്പ്. നമ്മൾ ഇത്രയും പേരായിട്ടാണ് നമ്മൾ കാലടിക്ക് വന്നത്. അപ്പൊ അതാ എല്ലാവരും ഇങ്ങനെ ലൈൻ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ് ബോട്ടിൽ കയറാനായിട്ട്. ചിലർക്ക് കയറാൻ നമ്മള് സ്പീഡ് ബോട്ടിലേക്ക് കയറാൻ പോവാണ്. എന്നെ വാങ്ങിച്ചതുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഫോണായതുകൊണ്ട്. ഐ നോ ദാറ്റ്. നമ്മളിത് ബോട്ടിലാണ് കയറാൻ പോകുന്നത്. നമ്മൾ സ്പീഡ് ബോട്ടിൽ പുറപ്പെട്ടു. ഈ സ്പീഡ് ബോട്ട് വിചാരിക്കും പോലെ അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ഗട്ടറിൽ ചാടുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ കുലുങ്ങി നമ്മളൊക്കെ ഒരുമാതിരി ഭയങ്കര വയ്യാണ്ടായ പോലത്തെ ഒരു അവസ്ഥയായി നമ്മുടെ ഈ സ്പീഡ് ബോട്ട് യാത്ര. നമ്മളിപ്പോഴത് ഈ സ്പീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങി വേറെ ബോട്ട് കയറിയിട്ടാണ്. ഇതെന്ന് വെച്ചാൽ കോറൽ ഐലൻഡിലേക്ക് പോണ ഒരു പകുതി വഴിയിൽ നിന്ന് നിർത്തിയിട്ടുള്ള ഒരു ബോട്ടാണ്. ഇത് മൂവ് ചെയ്യാത്ത ബോട്ടാണ്. ഇവിടെ നമ്മൾ പാരസൈലിംഗ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ സീവാക്കിന് വേറെ ആരുടെ ചെയ്യുന്നത് ഇതിനൊക്കെ കാശ് വെക്കേണ്ടത് ഇവിടെ നിന്നാണ്. അപ്പൊ നമ്മൾ സീവാക്കിന് പോകാൻ തീരുമാനിച്ചു. ഞാൻ സിയാബും കൂടെ സീവാക്കിന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ബാക്കിയുള്ള റൈഡ്സ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നേരം വെയിറ്റിംഗ് ആണ് നമുക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു ബോട്ടിൽ ചെറുതായിട്ടൊരു വേവ്സ് പറയുന്ന ഇടയ്ക്ക് നിൽക്കുന്നവരോട് നമ്മുടെ തലവേദന എടുക്കണ്ടായിരുന്നു. അങ്ങനെതായിരുന്നു. എനിക്ക് കളർക്ക് ഭയങ്കര ടയർഡായി. രോഷൻ ചെയ്തത് ഓൾറെഡി അവിടെ കെടുപ്പായി. അതുപോലെ തന്നെ ഞാനും കുറച്ചേരം ഇരുന്നപ്പോ പിന്നെ നമ്മളെ സ്പീഡ് ബോട്ടിൽ നിന്നുള്ള ഒരു തലവേദന ഫുള്ളായിട്ട് മാറിണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും കിടക്കണം എന്നുള്ളൊരു അവസരം ചോദിച്ചിട്ട് നമ്മൾ സീവാക്കിന് പോകാനുള്ള ഒരു വേറൊരു ബോട്ടിലേക്ക് കയറി ഇറങ്ങി. അവിടെ നിന്ന് സീവാക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിയയുടെ ഒക്കെ വീഡിയോ നമുക്ക് കിട്ടി. എന്റെ വീഡിയോ കിട്ടിയില്ല. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് കയറിയായിരുന്നു. എന്തായാലും വല്ലാത്തൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഈ സീവാക്ക്. അതിലധികം കോറൽസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അതായത് ആ ഒരു വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിൻ്റെ അടുത്തൊരു ബോട്ട് കയറിയതാ ഞങ്ങള് കോറൽ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോറൽ ഐലൻഡ്. കാരണം അത്ര പച്ച കളർന്നില്ലെങ്കിലും ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. എങ്ങനെ പോയി ഞങ്ങളുടെ കോലം കണ്ടില്ലേ ജോഷ സിയ എല്ലാവരും സിയുടെ ഡ്രസ്സൊക്കെ നോക്കി ജോഷയുടെ ഡ്രസ്സും എത്ര സമയം പിടിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ഉഷാറായി. അപ്പൊ ഞങ്ങള് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞതാ തിരിച്ച് ഞങ്ങൾ ബസ്സിന്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയില് ഇപ്പോഴും ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് കാണാനില്ല. എവിടെയാണോ ഈ ബാഗിൽ എവിടെയെങ്കിലും തപ്പിരിക്കും. അത് കണ്ടോടത്തേക്കാണ് നടക്കുന്നത്. വെയിലും കൊണ്ട് നടക്കേണ്ട അവസ്ഥ. I have to. തിരിയൂ ഒരു തുള്ളി കളിക്കും. ഡ്രസ്സോട് നനഞ്ഞുണ്ട്. വേഗത്തിന് രക്ഷപ്പെടാനും ഡ്രസ്സ് ഉണങ്ങാനും കൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുന്നതാണ്. അങ്ങനെ നമ്മള് ഫുഡ് അടിക്കാൻ പോവാണ്.
strive for greatness.